ഹായ് ഫ്രണ്ട്സ്, CCS ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സിൽ ഉപയോഗിക്കാൻ പറ്റിയ 5 യൂസ്ഫുൾ കമാൻഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി അതിൽ തന്നെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ifconfig എന്നാണ്. ഓക്കെ, ifconfig അടിക്കുകയാണെങ്കിൽ നമ്മളുടെ IP ഇൻ്റർഫേസസ് അല്ലെങ്കിൽ നമ്മളുടെ ലിനക്സിലുള്ള ഇൻ്റർഫേസുകൾ, നെറ്റ്വർക്ക് ഇൻ്റർഫേസസുകളാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതെല്ലാം നെറ്റ്വർക്ക് ബേസ്ഡ് കമാൻഡ്സ് ആണ്. ഓക്കെ, ifconfig അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഉള്ള ഏതൊക്കെ ഇൻ്റർഫേസസ് ഉണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതെൻ്റെ ലാൻ നെറ്റ്വർക്കിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഞാനിപ്പോൾ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വൈഫൈ. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി ഇൻ്റർഫേസിൻ്റെ പേര് അറിയാമെങ്കിൽ നമുക്ക് ifconfig സ്പേസ് നമ്മളുടെ ഇൻ്റർഫേസിൻ്റെ പേര് അറിയാമെങ്കിൽ ആ ഇൻ്റർഫേസിൻ്റെ പേര് നമ്മൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽസ് മാത്രം കാണിക്കും. ഓക്കെ, ഇത് കണ്ടില്ല, ഇതാണ് ഇപ്പോൾ എൻ്റെ വൈഫൈയുടെ ഇൻ്റർഫേസ്. ഞാൻ ഇപ്പോൾ ആ വൈഫൈയുടെ ഇൻ്റർഫേസും പേരും മാത്രം അടിച്ചപ്പോൾ എനിക്ക് ആ ഇൻ്റർഫേസും ഡീറ്റെയിൽസും മാത്രമാണ് കിട്ടിയത്. ഓക്കെ, ഈ സെയിം കമാൻഡ് തന്നെയാണ് ipconfig എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡോസിൽ എൻ്റർ ചെയ്യാറ്. നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് റൗട്ടാണ്. റൗട്ടർ എൻ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൽ റൗട്ടിംഗ് ഡീറ്റെയിൽസ് കാണിക്കും, നമ്മൾ ഏതൊക്കെ റൗട്ടിംഗ് ആണ് ചെയ്യുന്നത് എന്നുള്ളതിനകത്ത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണക്റ്റ് ആയിരിക്കുന്ന എൻ്റെ വൈഫൈ ആണ്. ഇതാണ് ഇൻ്റർഫേസ്. അപ്പോൾ എൻ്റെ റൗട്ടിംഗ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ റൗട്ടിംഗ് ഡീറ്റെയിൽസ്. അതായത് നമ്മളുടെ സബ്നെറ്റ് ഏതാണെന്നുള്ളതും IP സീരീസിൻ്റെ റേഞ്ച് ഏതാണെന്നുള്ളതും ഇവിടെ കാണിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ട്രേസ് റൂട്ടാണ്. ഇപ്പോൾ ട്രേസ് റൂട്ട് നമ്മൾ ഗൂഗിളിന് നമ്മൾ ട്രേസ് റൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ റൗട്ടർ നമ്മൾ ട്രേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും റൗട്ടേഴ്സ് കവർ ചെയ്താണ് നമുക്ക് ഗൂഗിൾ റീച്ച് ആവുന്നത്. ഓക്കെ, ഈ സെയിം കമാൻഡ് തന്നെയാണ് വിൻഡോസിൽ ട്രേസ് RT എന്ന കമാൻഡ് യൂസ് ചെയ്ത് നമ്മൾ ട്രേസ് ചെയ്യാറ്. നമുക്ക് ഏത് വെബ്സൈറ്റോ IP അഡ്രസ്സോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ട്രേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഗൂഗിൾ ക്ലൗഡ്ഫെയറിൻ്റെ DNS യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ല, ഇതുപോലെ തന്നെ എത്ര 71 MS ആണ് നമുക്ക് അവിടെ അതിലേക്ക് ക്ലൗഡ്ഫെയറിലേക്ക് റീച്ച് ആവാൻ എടുത്ത ടൈം. ഓക്കെ, അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് NS lookup ആണ്. ഇപ്പോൾ NS lookup അടിച്ചിട്ട് നമുക്ക് ഒരു ഏതെങ്കിലും ഡൊമൈൻ സെർവർ കണ്ടുപിടിക്കാൻ DNSൻ്റെ ഓണർ അല്ലെങ്കിൽ ഇതിൻ്റെ DNS ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് NS lookup എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സെയിം ഗൂഗിളിൻ്റെ തന്നെ പബ്ലിക് DNS എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ DNS നമുക്കിവിടെ നെയിം കാണിക്കും, ഗൂഗിൾ DNS. ഇതുപോലെ തന്നെയാണ് സെയിം എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. ഈ സെയിം കമാൻഡ് തന്നെയാണ് നമ്മളുടെ വിൻഡോസിൽ യൂസ് ചെയ്യാറ് NS lookup എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതല്ല 1111 ഇതാണ് ഈ DNSൻ്റെ നെയിം വരുന്നത്. ഓക്കെ, അടുത്തതാണ് കുറച്ച് മോസ്റ്റ് പവർഫുള്ളും യൂസ്ഫുള്ളും ആയിട്ടൊരു കമാൻഡ്, നമ്മൾ TCP ഡംപ്. ജസ്റ്റ് TCP ഡംപ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ സുഡോ എൻ്റർ ചെയ്യണം. നമുക്ക് അഡ്മിൻ പ്രിവിലേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തുള്ളൂ. സോ അതിനുശേഷം നമ്മളുടെ ഉബുണ്ടുവിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, സോ ഇത് ഇപ്പോൾ അതായത് ആക്ച്വലി നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് പോകുന്ന ട്രാഫിക് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മൾ വയർഷാർക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഇതിലും കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മളുടെ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് പോകുന്ന ട്രാഫിക്സ് ആണ് നമ്മൾ ഇവിടെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആണല്ലേ, ഇത്രയും പാക്കറ്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. 4405 പാക്കറ്റ്സ് നമ്മളിവിടെ ക്യാപ്ചർ ചെയ്തു. ഇത് നമ്മളുടെ ടൈമിങ് എത്രയാണെന്നുള്ളത്, നമ്മളുടെ ഏതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ IP, നമ്മളുടെ പോർട്ട്, UDP ലെങ്ത്ത്, എല്ലാവിധ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ നമ്മളൊരു
ഇതുപോലെ സെയിം റിപ്ലേസ് തന്നെയാണ് നമുക്ക് വയർ ഷാക്കിലും വരാറ്. ഓക്കെ, സോ ഇത് ഒരു മിനിമലിസ്റ്റിക് ആണ്. നമുക്കിതിനകത്ത് കുറച്ച് പരിമിതികളുണ്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതിൽ. ഓക്കെ, ബട്ട് യൂസ്ഫുൾ ആണ് ഈ ഒരു കമാൻഡ് എന്ന് പറയുന്നത്. ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആൻഡ് യൂസ്ഫുൾ കമാൻഡാണ്. അതായത് നമ്മൾ പർട്ടിക്കുലർ ലാപ്ടോപ്പിൽ നിന്ന് പോകുന്ന നമ്മളൊരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് നമുക്ക് അതിലോട്ട് പോകുന്ന ട്രാഫിക് അല്ലെങ്കിൽ അതിൻ്റെ ഏത് പോർട്ട് ഏത് IP-യിലാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ റീച്ച് ആവുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കിട്ടും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.